ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പിനാക്കിൾസ് വേൾഡ്. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പയർ മത്തങ്ങ എരിശ്ശേരിയാണ്. അതിനായിട്ട് പയർ ഒരു 1.5-2 മണിക്കൂർ കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ആ പയർ കഴുകി വൃത്തിയാക്കി ഞാൻ ദാണ്ട കുക്കറിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരിയാണ്. ഈ പയർ വേകേണ്ട താമസം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന്. ഇനി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതിന് വേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. 2 പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേകാൻ വയ്ക്കാം. വെള്ളവും കൂടി ചേർത്ത് ഇത് അടുപ്പിലേക്ക് വേകാനായിട്ട് വെക്കാം. മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് മത്തങ്ങയുടെ ആ ഒരു മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ട ഈ എരിശ്ശേരിക്ക്. അതുകൊണ്ട് കുറച്ച് മുളക് ചേർത്താൽ മതി. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഈ തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് ഇത് അരച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരപ്പ് റെഡിയാക്കി എടുക്കാൻ. 5 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ കുക്കർ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടിരുന്നു. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്ത ഈ മത്തങ്ങയിലേക്ക്, മത്തങ്ങ ഒരു ആവി വരുമ്പോഴേ അങ്ങ് വേകും. വെന്ത ഈ മത്തങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പയറിനൊപ്പമുള്ള ആ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഈ വെന്ത മത്തങ്ങയിലേക്കും പയറിലേക്കും ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവൻ ചേർത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയും ആ അരപ്പിൻ്റെ തേങ്ങയും ആ വെളുത്തുള്ളിയുമൊക്കെ അരഞ്ഞ അരപ്പ് നമ്മുടെ മത്തങ്ങയിലേക്കും പയറിലേക്കും മുഴുവനായി ആ ടേസ്റ്റ് മൊത്തം പിടിക്കണം. ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്ത് എടുക്കാം. ഈ എരിശ്ശേരിയിൽ ഈ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ എരിശ്ശേരി കൂട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇങ്ങനെ കടിക്കും. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഈ തേങ്ങ മൂത്ത് കിട്ടണം. അതിന് നമുക്ക് തേങ്ങ വറുത്ത് ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ആ തേങ്ങ വറുത്തതിൻ്റെയും തേങ്ങ മൂത്തതിൻ്റെയും ആ എരിശ്ശേരിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഈ എരിശ്ശേരിയിലേക്ക് നമുക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലി നമുക്ക് വേണ്ടുന്നത് ഇതിന് കടുക് വറുത്ത് ചേർക്കുക എന്നതാണ്. തേങ്ങ വറുത്തതോടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിന് ഞാൻ ദാണ്ടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കടുകെടുത്ത് ആ തേങ്ങ വറുത്ത ചീനിച്ചട്ടിയിലേക്ക് തന്നെയാണ് കടുക് വറക്കുന്നത്. അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ആ ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എരിശ്ശേരിയാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. ഈ ഒരു ഒറ്റ കൂട്ടാൻ മതി നമുക്ക് ചോറ് നന്നായി കഴിക്കാം. ഇനി ആ കടുക് വറുത്തതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. കാര്യം വലിയ എരിവൊന്നുമില്ലല്ലോ. കുട്ടികൾക്ക് എരിവ് കൂട്ടാൻ പൊതുവേ മടിയായിരിക്കുമല്ലോ. ഇതിന് വലുതായിട്ട് എരിവൊന്നുമില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഈ വെന്ത ചോറിലേക്ക് നമുക്ക് ഈ എരിശ്ശേരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.